വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് എങ്ങനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാമെന്നൊരു വീഡിയോ ആണ്. അപ്പം നമ്മൾ എന്തിനാ നമ്മുടെ ഫേസ് എക്സ്ഫോളിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ മുഖത്ത് ഒരുപാട് ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ റിമൂവ് ചെയ്യാനും അതേപോലെ ടാന് ഇതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത്. നോർമലി നമ്മൾ ഫേസ് സ്ക്രബ് ചെയ്തിട്ടാണ് എക്സ്ഫോളിയേറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഫേസ് സ്ക്രബ് ചെയ്തിട്ടാണ് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വെളിയിൽ നിന്നുള്ള പ്രൊഡക്റ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. നമുക്ക് വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫേസ് എങ്ങനെ നന്നായിട്ടൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ. അപ്പോൾ അതിനാദ്യം നമ്മളൊരു ഹാഫ് ടൊമാറ്റോ എടുക്കുക. എന്നിട്ട് ഒരു പ്ലേറ്റിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്യുക. അതിൽ നന്നായിട്ട് വരണം മതി. അതിന് ശേഷം കുറച്ച് കോഫി പൗഡറും. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഫേസിൽ സ്ക്രബ് ചെയ്യുക. അപ്പോൾ ഫേസിൽ എല്ലാ ഏരിയയിലും റിസൾട്ട് കിട്ടണം. മാതിരി വേണം നമുക്ക് സ്ക്രബ് ചെയ്യാനായിട്ട്. ഓക്കെ, പ്രത്യേകിച്ച് നമ്മളുടെ കണ്ണിന് താഴെയുള്ള ഭാഗം, ചുണ്ടുകൾക്ക് ചുറ്റും, ചുണ്ടിന് ചുറ്റും, നെറ്റിയിൽ എല്ലാ ഭാഗത്തും വന്നിട്ട് വരണം. അത് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. നമ്മൾ ഈ നാച്ചുറലായിട്ടുള്ള വെജിറ്റബിൾസും പൗഡേഴ്സൊക്കെ വെച്ചാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെയാണെന്ന് വെച്ചാൽ എല്ലാ പ്രോഡക്ട്സും ഇപ്പോൾ പ്യുവറൊന്നും അല്ലല്ലോ. അതിൽ കുറേ പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സ് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ഫേസിനും എല്ലാ സ്കിന്നിനും പറ്റില്ല. അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നൊക്കെയാണെന്ന് വെച്ചാൽ അത് ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും. ഓക്കെ, അതേപോലെ നമ്മൾ സ്കിന്ന് ഏത് സ്കിന്നാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ ഓരോന്നും ചെയ്യാനായിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 കൈയും വെച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യാം. സ്ക്രബ് ചെയ്തതിന് ശേഷം നമ്മൾ വാഷ് ചെയ്തിട്ട് വരിക. വാഷ് ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.